കേന്ദ്ര സർക്കാരിനെതിരെ ലോക് ഭവനിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. ഇപ്പോൾ ലോക് ഭവന് മുന്നിൽ മാർച്ച് എത്തിയിരിക്കുന്നു. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് കാണുന്നത്. ജെബി മേത്തർ എംപിയുടെ നേതൃത്വത്തിലാണ് സമരം. UDF കൺവീനർ അടൂർ പ്രകാശിനെ നമുക്ക് കാണാം. അദ്ദേഹം ഈ രാജ്യത്തോടായി മറുപടി പറഞ്ഞത്, നരേന്ദ്രമോദിയോട് മറുപടി പറഞ്ഞത്, എന്നെ എത്ര വേണമെങ്കിലും ആക്രമിക്കാം, എന്റെ മുറിവുകൾ ഉണങ്ങും, പക്ഷേ ലക്ഷക്കണക്കിനുള്ള മാപ്പില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തോടായി പറഞ്ഞത്. ശക്തമായി ദിവസങ്ങളോളം വിദ്യാർത്ഥികൾ അവിടെ സമരം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്രയും ദിവസം ഇത് കണ്ടില്ല നടിക്കുകയും പിന്നെ വീഡിയോകൾ ഇറക്കുന്ന ഈ രാജ്യത്തിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും പ്രക്ഷോഭം തെരുവുകളിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വന്തം ക്യാബിനറ്റിലെ കൂട്ടുമന്ത്രിമാരോട് പറയുകയാണ്, നിങ്ങൾ എന്തൊരു പരിഹാസമാണിത്, എന്തൊരു പ്രഹസനം. സുനീഷ അയ്യല്ലൂരാണ് ചേരുന്നത്. സുനീഷ, അതാണ് കറുത്ത വസ്ത്രം ധരിച്ച് സമരക്കാരെ നമ്മൾ കാണുകയാണ്. രാജ്യമെമ്പാടും വലിയ പ്രതിഷേധമുണ്ട്. ലോക് ഭവനിലേക്കാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. വേണുഗോപാൽജിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ശക്തമായി തന്നെ യുവജനങ്ങളുടെ വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കുകയാണ്. നമ്മുടെ ആവശ്യം കൃത്യമാണ്, വ്യക്തമാണ്. നമ്മൾ ശരി, ഏതായാലും മഹിളാ കോൺഗ്രസിന്റെ മാർച്ചാണ് നമ്മൾ കാണുന്നത്. ലോക് ഭവനിലേക്ക് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ട്, രാജ്യവ്യാപകമായ പ്രതിഷേധമുണ്ട്. ജെബി മേത്തർ എംപിയുടെയും UDF കൺവീനർ അടൂർ പ്രകാശിന്റെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടികൾ കാണുന്നത്. ജീവൻ ബലികൽപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ രാഹുൽ ഗാന്ധിയെ ഇത്തരത്തിൽ വലിച്ചിഴക്കാൻ നമ്മൾ അനുവദിക്കില്ല, പൊറുക്കില്ല, മാപ്പില്ല, തിരിച്ചടിക്കും നമ്മൾ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ശരി, മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്.